കരാറ് ലംഘിക്കരുത്. കരാറ് ലംഘിക്കുക, വാക്ക് ലംഘിക്കുക എന്നൊക്കെ പറയുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളം കൂടിയാണ്. ഇപ്പൊ ആർക്കും കടം കൊടുക്കാൻ ഭയങ്കര മടിയാണല്ലോ. എന്താ കാരണം? ആ വാങ്ങിയ ഉഷാറ് തിരിച്ചു കിട്ടാനുണ്ടാവില്ല, കൊടുക്കാനുണ്ടാവില്ല. എത്ര ഇഷ്ടക്കാരായ സുഹൃത്തുക്കളാണെങ്കിലും കടം ചോദിക്കാനും മടിയായി, കൊടുക്കാനും മടിയായി. കാരണം പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടു പോയ കാലം. അങ്ങനെ ആവരുത്. നാളെ തരാന്ന് പറഞ്ഞാൽ തന്നിരിക്കണം, കൊടുക്കണം. തരാൻ കഴിവില്ലെങ്കിൽ ആ ഡേറ്റ് പറയരുത്, അങ്ങനെ പറയരുത്. കരാർ ലംഘിച്ചാൽ കടുത്ത തെറ്റാണത്, മുനാഫിഖിന്റെ അടയാളാണ്. കടം വാങ്ങാതിരിക്കാനാണ് പരമാവധി ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകുമാറാവട്ടെ. ആരെ മുന്നിലും കൈ നീട്ടാതെ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ജീവിതം. നിങ്ങൾ ഒരാളോട് ഒരു കരാറ് പറയുകയാണെങ്കിൽ അത് പൂർത്തിയാക്കണം, വാക്ക് ലംഘിക്കരുത്. ഖബറിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ 4 എണ്ണമാണ്. 1, മൂത്രം ശരിയാവണ്ണം ശുദ്ധിയാക്കാത്തത്. 2, ഗീബത്ത്. 3, നമീമത്ത്. 4, ഖിയാനത്ത്, വഞ്ചിക്കുക. നമ്മളെ ഒരാൾ വിശ്വസിച്ചു, അയാളെ വഞ്ചിക്കുക. ഖബറിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ ഉള്ള തെറ്റാണ്. ജീവിതം തകർന്ന് തെരിപ്പണാവും. കരാറ് പറഞ്ഞാൽ ലംഘിക്കാൻ പാടില്ല. ശേഷം പറയാൻ പോകുന്ന 3-ാമത്തെ കാര്യം ഏകദേശം റിലേറ്റഡ് ആയ കാര്യമായതുകൊണ്ട് 2ഉം 3ഉം ചേർത്ത് വെച്ച് പറയാം. 3-ാമത്തത് നിങ്ങൾ ഒരാൾ വിശ്വസിച്ചാൽ വഞ്ചിക്കരുത്. നേരത്തെ പറഞ്ഞത് കരാറ് പറഞ്ഞാൽ ലംഘിക്കരുത്. ഈ 2 കാര്യങ്ങൾ, വഞ്ചനയും വാക്ക് ലംഘിക്കലും, മുനാഫിഖിന്റെ അടയാളമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മുനാഫിഖിന്റെ അടയാളം. ഭാര്യയെ നമുക്ക് അള്ളാഹു തന്ന ഒരു സ്വത്താണ്. സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിൽ കാണാം, ആഖിറത്തിൽ പുരുഷന്മാരോട് ചോദിക്കും അത്രേ, ഈ പെണ്ണിന് എത്ര അന്വേഷണങ്ങൾ, പ്രപ്പോസലുകൾ വന്നിട്ടുണ്ട്, പലർക്കും കൊടുക്കാതെ ഈ പെണ്ണിനെ നിനക്ക് ഞാൻ ഭാര്യയാക്കി തന്നതിന് നീ എന്ത് ശുക്ര ചെയ്തത് എന്ന് ചോദിക്കും. നമ്മളെപ്പോഴും തിരിച്ചാ ഡയലോഗ് ഭാര്യനോട്, ഇന്റെ ഭാഗ്യ തന്നെ കിട്ടിയന്. എന്ത് ഭാഗ്യം? എന്ത് ഭാഗ്യം? നീ ആരാന്ന്? എന്ത് ഭാഗ്യം? ഞാൻ ആരോ ആണ് എന്ന തോന്നലിൽ നിന്നല്ലേ ആ വർത്തമാനം വന്നത്. നമ്മളാരാ? ആഖിറത്തിലെത്തിയാൽ ഏറ്റവും ഫസ്റ്റ് നരകത്തിലേക്ക് നമ്മളെ പേരാ വിളിക്കണമെങ്കിലോ ഭാര്യന്റെ ഭാഗ്യാണോ നിർഭാഗ്യാണോ? ഭാഗ്യോ? എന്ത് ഭാഗ്യം? അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ടത് അല്ല. ഞാൻ ഏറ്റവും പാവാണ്, ഞാനൊന്നിനും കൊള്ളാത്ത ആളാണ് എന്നല്ലേ വിചാരിക്കേണ്ടത്. കിബറില്ലാത്ത ജീവിതമല്ലേ നമുക്ക് ഉണ്ടാവേണ്ടത്. വഫാത്തിന്റെ തൊട്ടു മുമ്പ് വരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ധീരനായ സ്വഹാബി, അമീറുൽ മുഅ്മിനായ സ്വഹാബി, പിശാച് ആ വഴിയിലേക്ക് അടുക്ക പോലും ചെയ്യാത്ത സ്വഹാബി, ഈമാനിന്റെ പ്രോജ്വലിക്കുന്ന നേതാവായ സ്വഹാബി, സിറാജു അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ അഹ്ലുകാരുടെ വിളക്കുമാടമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച സ്വഹാബി എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക്? ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങളെ വിളിച്ചിട്ട് പറയാ, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ രഹസ്യം പറഞ്ഞിട്ടുണ്ട്. ആ രഹസ്യങ്ങളുടെ കൂട്ടത്തിൽ മുനാഫിഖീങ്ങളായിട്ടുള്ള കുറച്ച് മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? സ്വഹാബത്തിന്റെ ഇടയിൽ സ്വഹാബിയായിട്ട് ചമഞ്ഞ് നടക്കുന്ന കപട വിശ്വാസികളെ കുറിച്ച്. ആ കപട വിശ്വാസികളുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലില്ലേ? ഉണ്ട്. ആ ലിസ്റ്റ് ഒന്ന് നോക്കാവോ? ഉമർലാന് ചോദിക്കുക. എന്തിനാ ഉമർ തങ്ങളെ, നിങ്ങൾ ഈ വഫാത്താവുന്നതിന്റെ നേരത്ത് മുനാഫിഖീങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ട് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് കുറെ ആളുടെ ലിസ്റ്റോ ആരൊക്കെയാണ് മുനാഫിഖീങ്ങളെന്ന് അറിയാനൊന്നും അല്ല ഹുദൈഫ തങ്ങളെ. പിന്നെന്താ വേണ്ടത്? സുബഹി നിസ്കാരത്തിന് കുത്തേറ്റിട്ട് വഫാത്താവാനിരിക്കുന്ന ഉമറുള്ളാന്റെ ചോദ്യം, ആ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റിൽ ഈ ഉമറുണ്ടോ നോക്കോ? എപ്പാ ചോദിക്കുന്നത്? അടുത്ത നിമിഷം വഫാത്താവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് കിടക്കാൻ പോവാണ്. ഞാനും അബൂബക്കറും ഉമറും സ്വർഗത്തിന്റെ വാതിലിൽ ഇങ്ങനെയായിരിക്കുമെന്ന് നബി തങ്ങൾ സർട്ടിഫൈ ചെയ്ത സ്വഹാബിയാ ചോദിക്കണത്, ഹുദൈഫങ്ങളെ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റിൽ ഈ ഉമറുണ്ടോ നോക്കിയേ?
ഹുദൈഫങ്ങൾ നോക്കിയിട്ട് വേണോ ചെക്ക് ചെയ്തിട്ട് പറയാന്? ഞാൻ കുറെ നേരം നോക്കിയില്ല. ഹുദൈഫങ്ങൾ അങ്ങനെ ചെയ്യോ? അങ്ങനെ ആവശ്യമുണ്ടാ? ഹുദൈഫങ്ങൾ പറഞ്ഞ് ഒറ്റ കരച്ചില്, ഉമറങ്ങളെ പേരൊന്നും ഇല്ലില്ല. അന്നേരം ഉമർ എന്താ പറയുന്നറിയോ? ശരിക്കും നോക്കുമോനെ എന്നിട്ട് പറയും. ഇതാണ് മുത്തഖീങ്ങളുടെ ഖൽബ് എന്ന് പറയുന്നത്. കണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയുന്ന വർത്താനം തന്നെ എന്താണെന്നറിയോ? വദിത്തു അന്നി ശഅറതൻ ഫീ സ്വദരി അബീബക്കർ. അബൂബക്കർ തങ്ങളുടെ നെഞ്ചിലെ ഒരു രോമായിരുന്നു എങ്കിൽ സിദ്ദീഖങ്ങൾ എന്തായാലും സ്വർഗത്തേക്ക് പോകുമ്പോ ഉമർ ഒന്നും കഴിച്ചിലാവുമായിരുന്നല്ലോ. ഈ ഉമർ എങ്ങനെയാ സ്വന്തമായിട്ട് സ്വർഗത്ത് പോവാം? ഈ മഹാന്മാരുടെ മുന്നിലേക്ക് നമ്മൾ എങ്ങനെ പോവുക മനുഷ്യന്മാര്? എന്നാൽ ഇവരെല്ലാം നേതാവായി കൊണ്ട് നടക്കുന്ന സിദ്ദീഖിന്റെ ലൈഫ് എങ്ങനെ? സിദ്ദീഖങ്ങൾ മരങ്ങളൊക്കെ കണ്ടാ പറയത്രേ, ഈ മരത്തിന്റെ ഇലയോ ഇതിന്റെ കൊമ്പോ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ആടോ മറ്റോ വന്നിട്ട് തിന്നു പോകുമായിരുന്നല്ലോ. ആ മരത്തിന്റെ ഇലയെങ്ങാനും ആയിരുന്നാ മതിയേനു. ആഖിറത്തിൽ എന്നോട് ഹിസാബ്, അള്ളാഹുവിന്റെ മുന്നിൽ ഹിസാബ് ഉണ്ടാവുമ്പോൾ ഞാനെന്ത് മറുപടി പറയാനാ? സിദ്ദീഖ് തങ്ങൾ ആരെങ്കിലൊക്കെ പുകഴ്ത്തിയാൽ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ കരയും. എന്നിട്ട് അള്ളാഹിനോട് പറയും, എന്നെ കുറിച്ച് ശരിക്കും അറിയാത്തോണ്ടാ നാട്ടുകാർ എന്നെ വലിയാളാക്കുന്നതും പുകഴ്ത്തുന്നതും. എന്റെ ഉള്ളു നിനക്കറിയാലോ. ഈ നാട്ടുകാർ എന്നെ നല്ലത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നീ എന്നെ ശിക്ഷിച്ചേക്കല്ലേ. എന്റെ ഉള്ളു എന്നെക്കാൾ നിനക്കറിയാലോ എന്റെ അവസ്ഥ. ഈ നാട്ടുകാർ പലതും എന്നെ നല്ല പറയുന്നുണ്ട്. ആരാ പറയുന്നത്? ഔലിയാക്കളുടെ ലീഡർ, ഔലിയാക്കളുടെ ക്യാപ്റ്റൻ. ആരായി സിദ്ദീഖുകൾ? സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇന്ന് ആരെങ്കിലും രോഗിനെ സന്ദർശിച്ചിട്ടുണ്ടോ? ഇന്ന് രോഗി ഉണ്ടോന്ന് മനസ്സിലായാൽ എന്നെ സുബഹിസ്കാരം കഴിഞ്ഞ ആരെങ്കിലും ജമാഅത്തിന് വരാത്തുണ്ടെങ്കിൽ അവര് രോഗിയാണല്ലേ, നമുക്ക് കാണാൻ പോയാലോ എന്നുള്ള ചർച്ച എന്നേരാ നടക്കല്. അതിന്റെ ഒക്കെ എത്രയോ മുമ്പാ ചോദിക്കണത്. ഇന്ന് ആരെങ്കിലും രോഗിനെ സന്ദർശിച്ചിട്ടുണ്ടോ? സിദ്ദീഖുകൾ. ഇന്നാർക്കെങ്കിലും നോമ്പുണ്ടോ എന്ന് തങ്ങളുടെ ചോദ്യം. സിദ്ദീഖുകൾ. ഇന്നാരെങ്കിലും ഒരു ജനാസന്റെ കൂടെ പോയിട്ടുണ്ടോ? സിദ്ദീഖുകൾ. ഇന്നാരെങ്കിലും പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഉമർലാന് ചോദിച്ചു, എപ്പോഴാ ചെയ്തത് സിദ്ദീഖുകൾ ഇതൊക്കെ? തോറ്റുപോയല്ലോ നിങ്ങളുടെ മുന്നിൽ. എന്നെങ്കിലും ഒരു ദിവസം നിങ്ങളെ മുന്നിൽ ജയിക്കണം എന്ന് തോന്നിയാൽ നടക്കണില്ലല്ലോ. എന്നാണ് ഇതൊക്കെ ചെയ്തു തീർത്തത്? ഞാൻ ഇന്ന് സുബഹിക്ക് കുറച്ച് നേരത്തെ ഇറങ്ങി. ഭാര്യ പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു രോഗിയാണ്, കണ്ടുപോയിക്കോളി. ഒന്ന് അബ്ദുറഹ്മാൻ തങ്ങളെ കാണാൻ പോയപ്പോ 2 ബ്രെഡോ പത്തിരിയോ തന്നിരുന്നു. എനിക്ക് ഓൾറെഡി നോമ്പുണ്ട്. 2 ആ തന്ന പത്തിരി വഴിയോരത്ത് പാവപ്പെട്ട ഒരാൾക്ക് കൊടുത്തു. വിശക്കുന്നാക്ക് ഭക്ഷണം 3. അപ്പൊ ഒരു കുട്ടീന്റെ ജനാസ ബഖീലേക്ക് കൊണ്ടുപോകുന്നുണ്ടായി. അതും കൂടി കഴിഞ്ഞിട്ടാണ് പള്ളിക്ക് വന്നത്. 4. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, തുല്യതയില്ലാത്ത ക്യാപ്റ്റൻ. ലോകത്ത് 360 നന്മ ഉണ്ട്. ഏതെങ്കിലും ഒരു നന്മ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തുന്നു പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചോദ്യം, അഫി യഹസ്ലത്തുൻ വാഹിദ, എനിക്ക് ഏതെങ്കിലും ഒന്നുണ്ടോ നബിയേ? ചോദ്യം കണ്ട, എനിക്ക് എത്ര ഉണ്ട് എന്നല്ല, എങ്ങനെങ്കിലൊക്കെ ഒന്ന് കഴിച്ചിലാവണം, രക്ഷപ്പെടണം. അബൂബക്കറിന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നബിയേ? തങ്ങളുടെ മറുപടി, മോനെ കുറിച്ച് ഇവിടെ ചർച്ചയില്ലല്ലോ മോനെ, മോൻക്ക് 360 ഉണ്ട്. ഓ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരും കരയാണ്, ആഖിറോർത്ത് കരയാണ്. സിദ്ദീഖുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് എപ്പോഴും സ്വന്തത്തിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവില്ല. എല്ലാ നിമിഷത്തിലും മുത്തുനബിയാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജീവൻ. അതാണ്, ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. സ്വതക്ക ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചപ്പോ എല്ലാരും പലതും എടുത്തു വന്നു. ഓരോരുത്തരോട് ചോദിച്ചു, എന്താ ഉള്ളത്? വീട്ടിൽ ഇത്ര ബാക്കി വെച്ചിട്ട് തങ്ങൾക്ക് ബാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, എന്താ വീട്ടിലുള്ളത്? ഒന്നുമില്ല. ഒന്നുമില്ല നബിയേ, ഒന്നുമില്ല, എല്ലാം തങ്ങൾക്ക് ഞാൻ കൊണ്ടു തന്നു. കണ്ടോ? സൗർ ഗുഹയിൽ കയറുന്ന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ, തങ്ങൾ ഗുഹയുടെ പുറത്ത് കുറച്ച് സമയം ഒന്ന് ഇരിക്കാവോ? എന്താ കാരണം? ഗുഹന്റെ അകത്ത് വല്ല ഇഴജന്തുക്കളും ഉണ്ടെങ്കിലോ, കടിക്കുന്ന വല്ല ജീവികളുണ്ടെങ്കിലോ, കുത്തുന്ന വല്ല ജീവികളുണ്ടെങ്കിലോ. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കാണ് സിദ്ദീഖുകൾ. അപ്പൊ ആരൊരു ചോദ്യമില്ലേ, സിദ്ദീഖുകൾ ഒറ്റക്ക് കയറിയാല് ആ കുത്തുന്ന കടിക്കുന്ന ജീവി സിദ്ദീഖുകളെ കുത്തും കടിക്കും എന്നൊക്കെ.
അതിന് അബൂബക്കർ ഞങ്ങളെ മനസ്സിൽ അബൂബക്കർ ഞങ്ങൾ ഇല്ലല്ലോ. അബൂബക്കർ ഞങ്ങൾക്ക് മുത്തുനബിയല്ലേ മനസ്സിലുള്ളൂ, പിന്നെ ആരുണ്ടാവുക? ആ ഗുഹ മൊത്തം വൃത്തിയാക്കിയിട്ട് തങ്ങളെ ഉള്ളിലേക്ക് കയറ്റി. സിദ്ദീഖ് റളിയല്ലാഹു കാല് നീട്ടിയിട്ട് തങ്ങൾക്ക് തലേണയായിട്ട് കാല് വെച്ചു കൊടുത്തു. ആ കാലാണെങ്കിൽ എല്ലാ ദ്വാരങ്ങളും അടച്ചിട്ട് ഒരു ദ്വാരം ബാക്കിയുണ്ട്. ആ ദ്വാരത്തിന്റെ നേരെയാണ് കാല് വെച്ചേക്കുന്നത്. പാമ്പ് കടി കിട്ടി. കാലാണ് വലിക്കേണ്ടത്, പക്ഷെ വലിയുന്നില്ല. കാരണം ലോകരാജാവിന്റെ തലേണ അനക്കാൻ സിദ്ദീഖിന് ജീവനുള്ള കാലത്തോളം മനസ്സില്ല. ലോകരാജാവിന്റെ തലേണ ഒരു പൊടി അനങ്ങൂല. പാമ്പല്ല, ഇനി ആര് വന്ന് കുത്തിയാലും ഈ കാലനങ്ങുന്ന പരിപാടി ഇല്ല. അപ്പോഴേക്ക് പ്രതികരണം പല ഭാഗത്തുനിന്ന് വന്നു തുടങ്ങി. ആദ്യം പ്രതികരിച്ചത് കണ്ണിൽ നിന്ന് വെള്ളം വീണു. അത് സിദ്ദീഖ് തങ്ങളെ കൺട്രോളിൽ പെട്ടല്ല. വെള്ളം ഉറ്റിയത് നേരെ ഷറഫാക്കപ്പെട്ട മുഖത്താണ്. തങ്ങൾ ഉറക്കം ഞെട്ടിയിട്ട് ചോദിച്ചു, മാബിക്കായ അബൂബക്കർ, എന്താ മോനെ പറ്റിയത്? ചോദിച്ചതിന്റെ ഉത്തരം ആദ്യം പറഞ്ഞു, ഒറിജിനൽ ഉത്തരം രണ്ടാമതും പറഞ്ഞു. ചോദിച്ചതിന്റെ ഉത്തരം എന്തോ കടിച്ചെന്നാണ് തോന്നുന്നത് നബിയെ. ഒറിജിനൽ ഉത്തരം പറഞ്ഞു, ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, പൊരുത്തപ്പെടണം നബിയെ, കണ്ണിൽ നിന്ന് വെള്ളം ഉറ്റിപ്പോയതാണ്. എൻ്റെ ഉപ്പാനും ഉമ്മാനും വിറ്റിട്ടെങ്കിലും എൻ്റെ തങ്ങളെ ഞാൻ സംരക്ഷിക്കും. ഒരു ഘട്ടത്തിൽ എൻ്റെ ഉപ്പാനും ഉമ്മാനും വിൽപ്പന നടത്തേണ്ടി വന്ന് എൻ്റെ മുത്തു തങ്ങളെ സംരക്ഷിക്കാൻ ഞാനത് ചെയ്യും. ഉറ്റിപ്പോയതാണ് നബിയെ, മാപ്പ് നബിയെ, ഉറ്റിപ്പോയതാണ്. എന്താ വർത്താനം, എന്താ നമ്മൾ കേൾക്കണത് കൂട്ടുകാരെ? ആലോചിക്കുക. സുബ്ഹാനല്ലാഹ്. ഗുഹന്റെ പുറത്തിറങ്ങി തങ്ങൾ ചോദിച്ചു, അബൂബക്കറിന്റെ കയ്യിൽ ഒരു ഡ്രസ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? അത് മൊത്തം കീറിയിട്ടായിരുന്നു ഗുഹയിലെ ദ്വാരങ്ങൾ മൊത്തം അടച്ചത്. പിന്നെ ഡ്രസ്സ് കഴിഞ്ഞു, ദ്വാരം ബാക്കിയായി, കാലവിടെ വെച്ചു. അവിടുന്നല്ലേ പാമ്പ് കടിച്ചേക്കണത്. അപ്പൊ ഇനിയുള്ള യാത്രയിൽ അബൂബക്കറിന് മാറ്റാൻ ഡ്രസ്സ് വേണ്ടേ? ഇനി അബൂബക്കർ ഇല്ലല്ലോ. അബൂബക്കർ തങ്ങളുടെ മനസ്സിൽ അബൂബക്കർ തങ്ങൾ ഉണ്ടെങ്കിലല്ലേ ഡ്രസ്സ് മാറ്റണം എന്നൊക്കെ ചിന്തിക്കല്. കണ്ടോ, ഈ മഹാന്മാരും ഉള്ളിൻ്റെ ഉള്ളിൽ പേടിക്കും. ഇപ്പോഴത്തെ ഒരു തലമുറന്റെ ഒരു പ്രശ്നം തന്നെ എന്ന് വെച്ചാൽ പേടി എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. ലിബറലായി പോയി, ലിബറലായി. അങ്ങനെ പറ്റൂല. ഉസ്മാൻ അള്ളാഹു പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ആഖിബത്തിനെ കുറിച്ച് പേടിക്കണം. നമ്മളെപ്പോഴും പേടിക്കണം. ഖബറിൽ ശിക്ഷിക്കപ്പെടുവോ? മരിക്കണ സമയത്ത് ഈമാൻ തെറ്റിപ്പോകുമോ? എന്നെ വഷളാക്കുന്ന കാര്യം മലക്കുകൾ ഏടിൽ എഴുതി വെക്കുമോ? ഈ പേടിയൊക്കെ നമുക്ക് ഉണ്ടാവണം. ഉള്ളിൻ്റെ ഉള്ളിൽ പേടി ഉണ്ടാവണം. പുറത്തെത്ര ചിരിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ പേടി വേണമെന്ന് സയ്യിദുനാ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു വന്നത് കരാർ പൂർത്തിയാക്കണം. നമുക്ക് ഭാര്യയുടെ ഉപ്പ കൈ പിടിച്ചിട്ട് ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ അനുവദനീയമാക്കി തരുന്നത് ഒരു കരാറാണ്. ഒരു കരാറാണ്. ഭാര്യയോട് ഒറ്റ വാക്കിന്റെ ബന്ധേ ഉള്ളൂ, നീ ഓവറാക്കണ്ട, ത്വലാഖ് ഞാൻ വേണം കൊടുത്തേക്കാം എന്നൊന്നും പറയരുത്. ധിക്കാര വർത്തമാനം പറയരുത്. ഭാര്യന്റെ വാപ്പ നമുക്ക് കൈ തന്നിട്ട് പറഞ്ഞത് ബിഇഹ്സാൻ, നന്മയോടെ കൊണ്ട് നടക്കണമെന്ന അള്ളാഹുവിന്റെ കരാറാണ്. ആ കരാറ് ലംഘിക്കാൻ പാടില്ല. മക്കളെ മര്യാദയ്ക്ക് നമ്മൾ നോക്കണം, അതൊരു കരാറാണ്. കരാറ് ലംഘിക്കരുത്. കരാറ് ലംഘിക്കുക, വാക്ക് ലംഘിക്കുക എന്നൊക്കെ പറയുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളം കൂടിയാണ്. ഇപ്പൊ ആർക്കും കടം കൊടുക്കാൻ ഭയങ്കര മടിയാണല്ലോ. എന്താ കാരണം? ആ വാങ്ങി ഉഷാറ് തിരിച്ചു കിട്ടാനുണ്ടാവില്ല, കൊടുക്കാനുണ്ടാവില്ല. എത്ര ഇഷ്ടക്കാരായ സുഹൃത്തുക്കളാണെങ്കിലും കടം ചോദിക്കാനും മടിയായി, കൊടുക്കാനും മടിയായി. കാരണം പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടു പോയ കാലം. അങ്ങനെ ആവരുത്. നാളെ തരാന്ന് പറഞ്ഞാൽ തന്നിരിക്കണം, കൊടുക്കണം. തരാൻ കഴിവില്ലെങ്കിൽ ആ ഡേറ്റ് പറയരുത്, അങ്ങനെ പറയരുത്. കരാർ ലംഘിച്ചാൽ കടുത്ത തെറ്റാണത്, മുനാഫിഖിന്റെ അടയാളാണ്.
കടം വാങ്ങാതിരിക്കാനാണ് പരമാവധി ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകുമാറാവട്ടെ. ആരെ മുന്നിലും കൈ നീട്ടാതെ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് കൊടുത്ത ഉപദേശം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഉപദേശിച്ചു എന്ന് പറഞ്ഞിട്ട് സ്വഹാബി പറയുന്നുണ്ട്, അല്ല അസ്അല അഹദൻ ഷൈഅ, ആരോടൊന്നും ചോദിക്കരുത്. സമ്പത്തില്ലേ, പോണ്ട. എവിടെ പോണ്ട? അജ്മീറിലല്ല, എവിടെയും പോണ്ട. സമ്പത്തില്ല, ഉംറക്ക് പോണോ? പോണ്ട. ഹജ്ജിന് പോണോ? പോണ്ട. മനിസ്തദാഇലൈഹി സബീല, കഴിവുള്ളവർക്കല്ലേ അത് നിർബന്ധമില്ലു. കടം വാങ്ങിയിട്ട് ഹജ്ജിന് പോണോ? വേണ്ട. ഉംറക്ക് പോണോ? പോണ്ട. അത്ര തന്നെ. ഹജ്ജ് എന്താണെന്നും ഹജ്ജിന്റെ മസല എങ്ങനെയാണെന്നും ആയിരങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്ത അബൂ ഇസ്ഹാഖ് ശിറാസി റളിയല്ലാഹു അൻഹു എന്ന ശാഫി മദ്ഹബിലെ വലിയ പണ്ഡിതൻ ഹജ്ജ് ചെയ്തിട്ടില്ല. ഏത് ഹജ്ജ്? സുന്നത്തായ ഹജ്ജല്ല, ഫർളായ ഹജ്ജ് ചെയ്തിട്ടില്ല. എന്താ കാരണം? കാലുവേദന, നടുവേദന? അല്ല. എന്താ കാരണം? സ്വന്തമായി സമ്പത്തില്ല, അവിടെ പോയിട്ടില്ല. ആയിരക്കണക്കിന് ശിഷ്യന്മാരോട് ഒന്ന് യെസ് മൂളിയാൽ കണ്ണിന്റെ പോളന്റെ മേലെ ഇരുത്തിയിട്ട് ഉസ്താദിനെ ഹജ്ജിന് കൊണ്ടുപോകും. ബുൽഖൈനി ഇമാം തദ്കിറയിൽ പറയുന്നുണ്ട്, പോയിട്ടില്ല. അങ്ങനെയൊന്നും ഹജ്ജ് ചെയ്യാനുള്ള പറഞ്ഞിട്ടില്ല, പോയിട്ടില്ല. കണ്ടോ? ആരെ മുന്നിലും ചെയ്ത് കിട്ടരുത്, ആരെ അടുത്തൊന്നും കിട്ടാൻ ആഗ്രഹിക്കരുത്. ആർത്തി ഉണ്ടാകാൻ പാടില്ല, ആർത്തി ഉണ്ടാകാൻ പാടില്ല. കടം വാങ്ങാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അഥവാ വാങ്ങിയാൽ വീട്ടാനുള്ള വകുപ്പ് കണ്ടെത്തി വേഗം വീട്ടണം. കടത്തോടെ മരിച്ചാൽ കുടുങ്ങിപ്പോകും. കടക്കാരനായി നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി നാട്ടുകാർ ചൊല്ലിത്തീർക്കുന്ന 70,000 തഹ്ലീൽ, മറ്റു അദ്കാറുകൾ, യാസീൻ, മറ്റു നിസ്കാരം അഥവാ മയ്യത്ത് നിസ്കാരം, സുഹൃതങ്ങൾ നമുക്ക് ഉപകാരപ്പെടുവോ? ഇല്ല. എന്തേ? നമ്മൾ ചെയ്ത കർമ്മങ്ങൾ തന്നെ നമുക്ക് ഉപകാരപ്പെടൂല. ഒരാൾ 500 രൂപ വേറൊരാൾക്ക് കൊടുക്കാനുണ്ടായിരിക്കെ അയാൾ മരിച്ചുപോയി. ഇയാളുടെ നിസ്കാരം നോമ്പന്നെ അവിടെ പെൻഡിങ് ആണ്. ചില്ലിന്റെ കൂട്ടിന്റെ ഉള്ളിൽ അവിടെ പൂട്ടിട്ട് വെക്കും. മർഹൂന അവിടെ പെൻഡിങ് ആയിരിക്കും. ഇയാളുടെ തന്നെ പെൻഡിങ് ആണെങ്കിൽ ബാക്കിയുള്ളവർ കൊടുത്തേക്കുന്നത് എങ്ങനെ കിട്ടല്? ഒരാള് ഗൾഫിലേക്കുള്ള യാത്രയിൽ പാസ്പോർട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് എയർപോർട്ടിൽ നിന്ന് തടഞ്ഞു. അപ്പോഴാണ് വേറൊരാൾ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നത്, ദുബായിലെത്തിയോ? ഞാനൊരു സാധനം അവിടെ വെച്ചിട്ടുണ്ട്, നീ എടുത്തോ. ഈ ചങ്ങയുടെ ഫ്ലൈറ്റിൽ എന്നെ കയറാൻ നിൽക്കാൻ, ഫ്ലൈറ്റിൽ എന്നെ കയറാൻ കഴിയാണ്ട് കുടുങ്ങിയിട്ടൊക്കെ പോവാ പറയുന്നത്, ദുബായിലെ ഇന്ന സ്ഥലത്ത് ഒരു സാധനം എടുത്തിട്ടുണ്ട്, നീ സ്വന്തമായിട്ട് എടുത്തോ. വല്ല കാര്യം? നമ്മുടെ മേലെ തന്നെ അവിടെ പെൻഡിങ് ആയിരിക്കും. കടം ഇല്ലാതെ ജീവിക്കണം. 5 പൈസ കടമില്ലാതെ ജീവിക്കണം. മരിച്ചേറ്റ് ഉപ്പാന്റെ മയ്യത്തിന്റെ അടുത്തുനിന്ന് ഒരു ഉസ്താദ് പറയാ, എന്ത് ആചാര്യ മരിച്ചിട്ടുണ്ട്, നാട്ടുകാരൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ആളാണ്, വാക്കാൽ വല്ല പൊരുത്തക്കേട് വർത്തമാനങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. ഇനി സാമ്പത്തികമായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ മൂത്ത മകൻ അബ്ദുള്ളയായിട്ട് ബന്ധപ്പെടണം. അപ്പൊ നാട്ടുകാർ പറയുന്നുണ്ടാവും, അയ്യ അബ്ദുള്ള തരാനുള്ള തന്നെ ആദ്യം തന്നാ മതി, എന്നിട്ടല്ലേ ഉപ്പാൻ്റെ. ഇങ്ങനെ പറഞ്ഞാൽ ഈ ഉപ്പ രക്ഷപ്പെടോ? തോന്നുന്നുണ്ട് അങ്ങനെ? അതും ഇല്ല, രക്ഷപ്പെടുകയൊന്നും ചെയ്യില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇയാൾ രക്ഷപ്പെടുന്ന തോന്നുന്ന ഇല്ല. ഈ അബ്ദുള്ള എന്ന് പറയുന്ന മകൻ എപ്പോഴാണോ ഉപ്പാന്റെ കടം വീട്ടുന്നത് അന്നാണ് ഉപ്പ രക്ഷപ്പെട്ടു തുടങ്ങുക. ജീവിച്ചിരിക്കുന്ന ഒരാളുടെ കടം ഏറ്റെടുക്കണ പോലെ അല്ല മരിച്ച ആളുടെ കടം ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. ഈ ഉസ്താദ്, ഞാൻ ഉസ്താദിന് ഒരു 5,000 രൂപ കൊടുക്കാണ്ടെന്ന് വിചാരിക്കുക. ഉസ്താദിനോട് ചോദിച്ചുകൊണ്ടിരുന്നപ്പോ ഈ നാട്ടിൽപ്പെട്ട ആരോ ചോദിച്ചു, എന്തെങ്കിലും അമാനു ഉസ്താദിനെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നു? മൂപ്പര് 5,000 രൂപ തന്നു. ഓ ശരി, മനസ്സിലായി, ഞാൻ കൊടുത്തോളാം. തീർന്ന്, എന്റെ കേസ് തീർന്ന്. നിങ്ങൾ കൊടുക്കട്ടെ കൊടുക്കാതിരിക്കട്ടെ, ഞാൻ രക്ഷപ്പെട്ടു. അതേസമയം മരിച്ച ആളുടെ ഏറ്റെടുക്കലോട് കൂടി വീടൂല, പ്രശ്നം തീരൂല. കൊടുത്ത് കഴിയുമ്പോഴാണ് പ്രശ്നം തീരുക. കടം വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. കടമൊക്കെ വാങ്ങുന്നത് ഇപ്പൊ സിമ്പിളാണ്. ഷെഫീഖ, എന്താ ഒരു 5 റോളാക്കാനുണ്ടാവും. ചിക്കൻ റോളല്ല, ഒരു 5 റോളാക്കാനുണ്ടാവും. 5 പരമാവധി വാങ്ങാതിരിക്കുക. ചില ആൾക്കാരെല്ലാം കല്യാണ സമയത്ത്, ഷോപ്പ് ഉദ്ഘാടന സമയത്ത്, വേറെന്തെങ്കിലും ഫംഗ്ഷന്റെ സമയത്തൊക്കെ കടം വാങ്ങുന്ന കാണുമ്പോൾ തന്നെ ചിരി വരുത്താം. കാരണം എന്തുകൊണ്ട്? ഇവർക്ക് വീട്ടാനുള്ള വഴി എന്തായാലും ഇല്ല. പക്ഷെ
5-6 ലക്ഷം കടം വാങ്ങുമ്പോഴും ഇവർ പറയല് 6 മാസം കൊണ്ട് തരാന്ന്. ഒരാളോട് 1 ലക്ഷം വാങ്ങി, എപ്പ തരാ? 6 മാസം കൊണ്ട് തരാം. മറ്റേ ആളോട് പറയുന്നത് 2 ലക്ഷം വാങ്ങിയിട്ട് 6 മാസം കൊണ്ട് തരാം. ഇയാൾക്ക് മാസത്തിൽ ശമ്പളം 10,000 രൂപ. ഇയാൾ 6 മാസം പണിയെടുത്താൽ കിട്ടല് 5 പൈസ ഒരു ചെലവിന് കൊടുക്കാണ്ട് നിന്നാത്തിന്റെ കിട്ടല് 60,000 രൂപ. എന്നിട്ട് ഈ 6 ലക്ഷം കൊടുക്കല്. വീട്ടാനുള്ള വഴി കാണാതെ കടം വാങ്ങാൻ പറ്റുമോ ഇസ്ലാമില്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കടക്കാരനായിരിക്കെ, അവധി ഇറങ്ങിയ കടമായിരിക്കെ അയാൾ യാത്ര പോകാൻ പറ്റുമോ ഇസ്ലാമില്? വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരാള് മരണപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മയ്യത്തിന്റെ അടുത്തുനിന്ന് ചോദിക്കല്, ഇയാള് കള്ളുടിച്ചിനോ, ഇയാള് മറ്റെന്തെങ്കിലും തെറ്റ് ചെയ്തിനോ എന്നൊന്നും ചോദിക്കൂല. തങ്ങൾ ചോദിക്കല് ഹൽ അലൈഹി ദൈനുൻ, ഇയാൾക്ക് കടമുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടാ? നിങ്ങൾ എന്നെ നിസ്കരിച്ചോളി. ഉണ്ടാ? നിങ്ങൾ എന്നെ നിസ്കരിച്ചോളി. അങ്ങനെ പറയത്രേ. വളരെ ഗൗരവമുള്ള കാര്യമാണ് കടം എന്ന് പറയുന്നത്. കടമില്ലാതെ ജീവിക്കാൻ ശ്രദ്ധിക്കണം. ആരടുത്തെന്നെങ്കിലൊക്കെ നമ്മൾ കടം വാങ്ങിയാൽ പറഞ്ഞ ഡേറ്റിൽ കൊടുക്കണം. ഇനി നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്ന് കരുതാം, കുറി അടിച്ചിട്ടില്ല, പറ്റിയില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അയാളോട് മാന്യമായിട്ട് പറയണം, നാളെയാണ് 10-ാം തീയതി, 10-ന് തരും എന്നാണ് ഞാൻ പറഞ്ഞത്. നിലവിൽ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട്, ഒരു 2-3 ദിവസം കൂടി ഒന്ന് ഡേറ്റ് നീട്ടി തന്നാൽ മാന്യമായിട്ട് പറയണം. ഇപ്പൊ കടം വാങ്ങിയ ആള് സൂപ്പറും കൊടുത്ത ആള് വഷളത്തരുമാണ് ഇപ്പോഴത്തെ കാലം. ഇയാളെങ്ങാനും വാങ്ങിയ ആളോട് ചോദിക്കുകയാണ്, കൊടുത്ത ആള് നാളെയാണ് ഡേറ്റ്. എന്റെ ചങ്ങായി, ഞാൻ 100 കണക്കിന് ആളോട് കടം വാങ്ങി, നിന്നോട് വാങ്ങി കുടുങ്ങിപ്പോയല്ലോ മോനെ, ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടടോ മുങ്ങുന്നു. ഈ പറയുന്ന ഈ വർത്താനം കേട്ടാ ഇയാൾ അങ്ങോട്ടാ കൊടുത്തിന്. അതെന്തിനാ അങ്ങനെ പറയുന്ന വെച്ചാൽ ഇവനെ ഒരാഴ്ചത്തേക്ക് ചോദിക്കാണ്ടിരിക്കാൻ. അപ്പൊ ഒരു 15-ാം തീയതിയായി അല്ലെങ്കിൽ 20-ാം തീയതിയായി, പിന്നെ ഇവൻ അങ്ങോട്ട് പിന്നെ ഷെഫി പൈസ ഓർമ്മ ഉണ്ടട്ടാ, എന്റെ ഓർമ്മയിൽ തന്നെ ഉണ്ട്, ഞാൻ പിന്നെ വേറെന്തല്ലോ ഒരു തിരക്കിലായി പോയാണ്ടാണ്. അവന് 2 ആഴ്ചത്തേക്കുള്ള ഡയലോഗാണ്. ഇപ്പൊ ഭയങ്കര ഉഡായിപ്പാണല്ലോ. ഇപ്പൊ ഒരു ഉസ്താദിനെ ബിസിനസ്സിൽ ചേർക്കണം എന്നുണ്ട് എന്ന് വിചാരിക്കാം, ഓൺലൈനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹറാമായ ബിസിനസ്സിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ ചേർക്കണം എന്നുണ്ട്. ഉസ്താദ് അതിൽ വീഴൂലാന്ന് ഈ ചങ്ങായിക്ക് അറിയാം. അപ്പൊ ഈ ചങ്ങായി എന്താ ഉഡായിപ്പ് ഉപയോഗിക്കല്? ഉസ്താദ് ഒരു ഷെയർ കൂടാൻ പറ്റിയ ഒരു നല്ല ഉസ്താദിനെ പോലത്തെ വിശ്വസ്തനായ ഒരാളെ കിട്ടണം. ഒന്ന് ഉസ്താദിനെ പോലത്തെ ഒന്ന് ഫസ്റ്റ് കോവാക്സിൻ ഒന്നാമത്തെ. പിന്നെ ഉസ്താദിനൊന്ന് കൂലാന്ന് അറിയാലോ. 2 പെട്ടുപോകരുത് മനുഷ്യന്മാരെ. സമ്പത്തിന്റെ വിഷയത്തിൽ നമുക്ക് നല്ല സൂക്ഷ്മത ഉണ്ടാകണം. എൻ്റെ വിഷയം അതിൽ തന്നെ ആയി കൊണ്ടുപോയാൽ നമ്മളെ വിഷയം പൂർത്തിയാവില്ല. കരാർ ലംഘിക്കരുത്, വാക്ക് പറഞ്ഞാൽ പൂർത്തിയാക്കണം. ഇത് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം. ഭാര്യ നമ്മളെ കാത്തിരിക്കുകയാണ്, ഫോൺ വിളിച്ചിട്ട്. നമ്മളാണെങ്കിൽ വേറെന്തോ പ്രോഗ്രാമിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓള് പറയാണ് ഫുഡ് ആക്കിയിട്ട് വെയിറ്റ് ചെയ്യാണ്, ഞാൻ വെയിറ്റ് ചെയ്യണോ, നിങ്ങൾ വേഗം വരുമോ? ഞാനിത് 1/2 മണിക്കൂർ കൊണ്ട് എത്തി. എന്തിനാടാ കളവ് പറയുന്നത്? ആ പാവത്തിന് എന്തിനാ വിഷമിപ്പിക്കുന്നത്? എനിക്കറിയോ 1/2 മണിക്കൂർ കൊണ്ട് എത്തൂല, നിങ്ങൾക്ക് എന്നെ അറിയില്ലേ, പിന്നെ ഇതിന് 1/2 മണിക്കൂർ പറയുന്നു. അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരു 2-3 വട്ടം അവളത് അനുഭവിച്ചാൽ പിന്നെ 1/2 മണിക്കൂർ ഏത് 1/2 മണിക്കൂറാന്ന് നോക്ക് മനസ്സിലാവും. പിന്നെ നമ്മളെ വാക്കിന് വില ഉണ്ടാവില്ല. പിന്നെ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഒരു 1/2 മണിക്കൂർ കൊണ്ട് എത്തും, ഫുഡ് റെഡിയാക്കണേന്ന് പറഞ്ഞാൽ ഓളെ ഏകദേശം ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡ് പ്രിപ്പയർ ആവാൻ ആലോചിക്കുക തന്നെയുള്ളൂ. കാരണം കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവും. നമ്മളെ വാക്കിന്റെ വില അങ്ങ് പോയാൽ പിന്നെന്തിനാ നമ്മളെ കൊള്ളുക? മനുഷ്യന്റെ ഒരു വില കിട്ടണത് നാവിലല്ലേ. ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദിന്റെ വാക്കിനല്ലേ വില കിടക്കണത്. അപ്പൊ കരാറ് ലംഘിക്കരുത്, വാക്ക് പൂർത്തിയാക്കും.